വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ച് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് പഞ്ചാബിലെത്തി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വണ്ടി ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ക്ലച്ചും ബ്രേക്കും ഒന്നും വേണ്ട, ക്ലച്ചൊന്നും വേണ്ട, ജസ്റ്റ് ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാനായിട്ട് വിചാരിക്കുന്നു. പതുക്കെ പയ്യാകുമ്പോൾ ശരിയാവാം. അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പഞ്ചാബില് ഒന്ന് പുറത്ത് ഡ്രൈവിങ്ങിനായിട്ട് ഇറങ്ങിയാണ്. അപ്പൊ ഞാൻ കുറച്ച് വണ്ടി ഓടിച്ചു. പിന്നെ ഈ പറഞ്ഞാൽ ഇവിടെ നല്ല അത്യാവശ്യം എപ്പോഴും വണ്ടിയൊക്കെ വരുന്നതുകൊണ്ട് ഭയങ്കര ബോറിങ്, ഓടിക്കാൻ തോന്നണില്ല. അതുകൊണ്ട് ഞാനും പാറക്കൂട്ടിനും കൂടെ സൈഡ് സീറ്റിലിരുന്ന് പോവല്ലേ. ഇനി നമുക്ക് അടുത്ത് ഇവിടെ ഒരു മാളുണ്ട്, മാളിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഗൈസ്, നമ്മുടെ പഞ്ചാബിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ പെരുമ്പാവൂർക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഓരോ കവലയ്ക്ക് ഓരോ പേരുണ്ട്. ഇപ്പോൾ ഓടക്കാലി അല്ലെങ്കിൽ വണ്ടമറ്റം, അങ്ങനെ കുറേ സ്ഥലങ്ങളിലെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചാബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലങ്ങൾക്ക് പേരേ അല്ല, പകരം ഇവിടെ സ്ഥലങ്ങൾക്ക് നമ്പറാണ്. ഇപ്പോൾ സെക്ടറായിട്ട് തിരിച്ചേക്കാണ്. സെക്ടർ 80, സെക്ടർ 81, അതുപോലെ തന്നെ 75, അങ്ങനെ തിരിച്ചേക്കാണ്. അപ്പം നമ്മൾ ഒരു ട്രാഫിക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ മേളിൽ നോക്കി കഴിഞ്ഞാൽ ഓരോ സെക്ടറിലേക്കുള്ള ഡയറക്ഷൻ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇന്ന സ്ഥലമോ പേരോ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ വീടുകൾക്ക്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഓരോ വീട്ടുപേരുണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ വീടിനും പേരാണെങ്കിൽ ഇവിടെ ഓരോ വീടിനും നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്പറാണെങ്കിൽ പോലും 337 നമ്മുടെ ഹൗസ് നമ്പർ. അപ്പോൾ ഓരോ വീടിനും ഓരോ നമ്പറായിരിക്കും. താമസിക്കുന്ന മൊഹാലിയാണല്ലോ, മൊഹാലിയുടെ അടുത്ത് തന്നെയാണ് ചണ്ഡീഗഡ്. അപ്പോൾ ഗ്രീൻ സിറ്റി എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ്. ഒരുപാട് ട്രീസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ചണ്ഡീഗഡിലേക്ക് കയറി കഴിഞ്ഞാൽ മാക്സിമം സ്പീഡ് 60 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല ഭംഗിയാണ്, ഒരുപാട് ട്രീസ് ഒക്കെ ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ചണ്ഡീഗഡ്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് തൊട്ടടുത്താണ് ചണ്ഡീഗഡ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ ചണ്ഡീഗഡ് കാണാൻ പറ്റും. സിറ്റിയുടെ ഞാൻ കുറച്ച് വഴിയൊക്കെ കാണിക്കാം, നമുക്ക് പോകുന്ന വഴിക്ക് എടുക്കാം. അതാണ് പഞ്ചാബിലെ വിശേഷങ്ങൾ. ഇനി നമുക്കൊരു മാളിലും കൂടെ പോകണം, ആ മാളിലും കൂടെ എടുക്കാം. നമ്മളിപ്പോ ചണ്ഡീഗഡിലൂടെ ആട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ സിറ്റി എന്ന് പറയുന്നത്, കണ്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. പറു, അത് എങ്ങോട്ടേക്കുള്ള റോഡാ? മൊഹാലി ISB അല്ലേട്ടോ ഇതിന്? അത് BT, ISBT. എയർപോർട്ട് നമ്മുടെ തൊട്ടടുത്താട്ടോ. അതെ, എയർപോർട്ടൊക്കെ കുറച്ച് ദൂരമുള്ളൂ. ഇത് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ട്. ചേട്ടാ, ഇവിടുത്തെ പഞ്ചാബിലെ എയർപോർട്ടിന്റെ പേരെന്താ? ഇവിടുത്തെ ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. എന്താ? ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ. നമുക്ക് ഇവിടുന്ന് 12 കിലോമീറ്റർ ഉള്ളു, അത്ര അടുത്താണ്. അതെ, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ എയർപോർട്ട് പേര്, ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതിപ്പോ നമ്മൾ നിലവില് ചണ്ഡീഗഡ്, അവിടുന്ന് പഞ്ചാബിലേക്ക് കയറുമല്ലോ ചേട്ടാ. വെൽക്കം ടു പഞ്ചാബ്. അത് പഞ്ചാബി ഒന്നും എഴുതി വെച്ചാണ് അല്ലേ? പഞ്ചാബിയും ഇംഗ്ലീഷിലും. ഇതാണ് നമ്മുടെ പഞ്ചാബ്. നമ്മുടെ മാൾ എത്താറായി. നമ്മുടെ മാളിന്റെ പേരെന്താ പറു? നമ്മൾ പോവാറുള്ള മാള് ബെസ്റ്റ് ടെക് മാൾ. നമ്മുടെ പെറോത്തുള്ള മാളെന്ന് പറയുന്നത് ലുലു മാളെന്നാ പറയണ. അത് കൊച്ചിയിൽ, എറണാകുളം. അവിടെയാണ് മാമിന്റെ ഹോസ്റ്റല്.
ഇതുണ്ട് അവിടെ സ്ഥലങ്ങളൊക്കെ നമ്പറിലാണ് എഴുതിയിട്ടാണ്. അവിടെ നമുക്ക് സിനിമ കാണാൻ പറ്റും, ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഇവിടുത്തെ ലുലു മോളിന്റെ ചെറിയൊരു മാള്, ബെസ്റ്റ് മാൾ. ഇത് നമുക്ക് സിനിമ കാണാൻ പറ്റും, കേക്ക്സ് കഴിക്കാൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇതിന്റെ പാർക്കിംഗിലേക്ക് നമ്മുടെ പാർക്കിംഗിലേക്ക് എത്തി. ഇവിടെ പോയി ഒന്നുകൊണ്ടേ ഇത് കണ്ടോ, പഞ്ചാബിലെത്തിയിട്ടും തനി നാടനായിട്ട് കേരള തനിമയിൽ പോകുന്ന എൻ്റെ ഹസ്ബൻഡ്. ആ എന്തോ പൗഡർ വേണം നോക്കിക്കോ, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതെങ്ങനെ ഓഫ്? अब ये तो ये 322, ये वाला സ്പ്രേ 124 രൂപ എടുത്തു. 250 സ്പ്രേക്ക്. സ്പ്രേക്ക് 250 MRP. അതിന്റെ പകുതി. അപ്പൊ 124 രൂപ 50 പൈസ. ഫോറെവർ വാട്ടർ ഗ്ലാസ് 199. നടന്നോ, നമ്മൾ വീഡിയോ എടുക്കാം. നോക്ക്, ഹായ് പറ. കയറണുണ്ടോ മുകളില്? വാ. നമ്മുടെ ഇവിടെയൊക്കെ ജംഗ്ഷനില് നമ്പേഴ്സ് ആണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ എന്താണ് ഈ നമ്പേഴ്സ് അയക്കണേ? സ്ഥലപ്പേരിന് പകരം ഓരോരോ സെക്ടറായിട്ട് തിരിച്ചേക്കുന്നു. എന്താ അങ്ങനെ സെക്ടറായിട്ട് തിരിച്ചു വെക്കണം? എന്താ അങ്ങനെ എന്തെങ്കിലും റീസണായിട്ടുള്ള സെക്ടർ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. UP യിലുണ്ട്, ഡൽഹിയിലുണ്ട്. അത് അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. പക്ഷെ നമുക്ക് പാടല്ല ഇപ്പൊ ഇന്ന സെക്ടറിൽ ഇത്ര നമ്പർ വീട് നമ്മളന്ന് നോക്കിയപ്പോ ഭയങ്കര പാടല്ലായിരുന്നോ? ഇപ്പൊ നല്ല എളുപ്പമാണ്. അതൊരു പരിചയമായി കഴിഞ്ഞാൽ എളുപ്പം. സെക്ടർ 80 ഇത്രാമത്തെ വീടെന്ന് പറഞ്ഞാൽ ആ വീടിന്റെ അവിടെ എത്തും നമ്മൾ ഈസി ആയിട്ട്. ഇപ്പൊ 1000 ഒക്കെ പറഞ്ഞെങ്കിൽ നല്ല ടഫ് അല്ലേ? ഇല്ല, എത്രയാണെങ്കിലും എല്ലാത്തിനും കൃത്യമായ ബോർഡുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വന്ന സമയത്ത് ഈ പറഞ്ഞാൽ അന്ന് നോക്കല്ലോ ഒരു 1024 ഏതൊരു വീട് നമ്പർ അന്വേഷിച്ച് നമ്മൾ ഇങ്ങനെ നടന്നു. എനിക്ക് ഇപ്പോഴും സെക്ടറിൽ പോകാൻ പാടാണ് തന്നെ. ഇന്ന് ഇവിടെ ഒരിക്കലും മറ്റേ ആ പൊടിക്കാറ്റിന്റെ ഒരു ദിവസമാണ്. നല്ല കാറ്റ്, പൊടി പൊടി പൊടി, നല്ല കാറ്റുണ്ട്. കാറ്റ് നല്ല കാറ്റ്. അതേതാ പള്ളിയാണോ അത്? ഗുരുദ്വാര. വീടുകളുടെ നമ്പർ 337, അടുത്തത് 338. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ശനിയാഴ്ചത്തെ ഒരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായി. നമ്മളെന്താ എൻ്റെ ഒരു ചെറിയ ഡ്രൈവിംഗ് ഒന്ന് ഓടിച്ചു നോക്കി. പിന്നെ മാളിൽ കയറി കുറച്ച് സാധനം മേടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.